ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു യാത്ര പോയാണ്. ഇനി അതിലോട്ട് കാഴ്ചകൾ. അപ്പം വീഡിയോയിലോട്ട് ഗൈസ്, അങ്ങനെ നമ്മൾ വിഴിഞ്ഞെത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റിക്ക് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ഞങ്ങൾ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റിക്ക്. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തുള്ളൂ. എല്ലാം ഇവിടെ ഉണ്ട്. ക്യാപ്പ്, സ്റ്റിക്ക്, ചൂണ്ട എല്ലാം. ആ സ്റ്റിക്ക് എടുത്തവൻ അങ്ങനെ അത് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചേട്ടൻ. അപ്പോഴേക്കും ഞാനിവിടേക്ക് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്റ്റിക്കും വാങ്ങി ചൂണ്ട ഇടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് വള്ളങ്ങളും ബോട്ടുകളൊക്കെ കിടക്കുന്നത്. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ചൂണ്ട ഇടാൻ വേണ്ടി സ്പോട്ട് നോക്കി പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ വീടിനെത്തിയിരിക്കുകയാണ്. അപ്പുറത്ത് സ്പോട്ട് ഉണ്ട്. എപ്പുറത്ത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ട് പോയി നോക്കാം. അവിടെ സ്പോട്ട് ഉണ്ടോ? ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ അങ്ങോട്ടുണ്ടിരുന്നു. അപ്പുറത്ത് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അത് ആ സ്പോട്ടിനെ നോക്കാം. കേട്ട് നമ്മൾ ചൂണ്ടയിടാൻ വന്നതാണ് ഗൈസ്. പക്ഷെ സൈറ്റുകളൊന്നും കാണാൻ എന്താ ചൂണ്ടയും കൊണ്ടതാ നടക്കുകയാണ്. ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും കടലിൽ നിന്ന് തിമിംഗലം പിടിക്കും ഗൈസ്. തിമിംഗലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മളെ വരവ്. എന്നാലും നമുക്ക് നോക്കാം അല്ലേ ഗൈസ്? നോക്കൂ ഗൈസ്, അങ്ങോട്ടേ ഉള്ളൂ. ഇതിന് അങ്ങനെ നടന്ന് കയറിപ്പോകാൻ സ്ഥലമില്ല. അപ്പുറം സ്ഥലമില്ലേ? ഇല്ല. വഴി തെറ്റിയാ? ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയല്ലോ ആ സൈഡ്. ചൂണ്ടിടാൻ പോയിട്ട് പറ്റില്ല. അങ്ങനെ നമ്മളൊന്ന് ലേലം വിളിക്കുന്നിടത്ത് പോകാമെന്ന് മറിച്ച് അങ്ങനെ വന്നാൽ മീന് ഭയങ്കര വിലയുണ്ട്. നമ്മൾ വാങ്ങി ഗൈസ്. അങ്ങനെ നമ്മൾ പുഞ്ചക്കരി വന്നിരിക്കുകയാണ്. അപ്പോഴൊക്കെ കണ്ട കാഴ്ചയിൽ നെല്ല് ഉണക്കായിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളോടൊന്നും പാടത്തൊന്നും വെള്ളമില്ല. ചൂണ്ടയിടാൻ വേണ്ടി വന്നത്. അങ്ങനെ നെല്ല് ഉണക്കായിട്ട് അങ്ങനെ കണ്ട് കാഴ്ചകളൊക്കെ. ഇവിടെ ഇടല്ലേ കുരുങ്ങും. അങ്ങ് പോകും. അവർ നിൽക്കുന്ന അവിടെ ഗൈസ്. അങ്ങനെ നമ്മൾ വന്ന് വെള്ളാനിക്കായലെത്തി ഗൈസ്. ഇവിടെ കണ്ട അടിപൊളി സ്ഥലമാണ് ഗൈസ്. നമ്മൾ വന്നപ്പോഴേ ഇവിടെ രണ്ട് ചേട്ടന്മാർ തോണിയിൽ നിന്ന് ആമ്പലിൻ്റെ ഇല പറിക്കുകയാണ് ഗൈസ്. പക്ഷെ ഭയങ്കര വെയിലാണ്. നമ്മളങ്ങനെ ചൂണ്ടയിടാമെന്ന് പല 2-3 സ്ഥലം സ്പോട്ട് നോക്കി വന്ന് ഒരിടത്തും പറ്റുന്നില്ല. കറയും എത്തിയ ആദ്യമായിട്ടാണ് സ്റ്റിക്കും വാങ്ങി. അങ്ങനെ നമ്മൾ വന്നപ്പോൾ മുടിഞ്ഞ വെയിൽ, ഒപ്പം ഒരു രക്ഷയില്ലാത്ത വെയിൽ. അങ്ങനെ നമ്മൾ വെള്ളയാണി കായലിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെയുണ്ടല്ലോ, ഞാനും ഒരു സ്റ്റിക്ക് വാങ്ങിച്ച്. ഇതാണ് വിഴിഞ്ഞത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. വിഷ്വലിടാം കേട്ടോ, വിഷ്വലിടാം. അങ്ങനെ ഒരു ഇത് കഴിച്ചുകൊണ്ട് ഇടാൻ വേണ്ടി വാങ്ങിയാണ്. അവിടെ കണ്ടോ സൂപ്പറല്ലേ കാണാൻ. അവിടെ കുറേ ചേട്ടന്മാരുണ്ടല്ലോ കഴിച്ചുകൊണ്ട് ഇടയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലല്ലേ? അങ്ങനെ നമ്മൾ മീൻ പിടിക്കാൻ വന്നു. പക്ഷേ സ്പോട്ടൊന്നുമില്ല. അങ്ങനെ അതുകൊണ്ട് വേറൊരു ചേട്ടൻ നിന്ന് സ്പോട്ട് നമ്മൾ കട്ടെടുത്തു. അങ്ങനെ ഒരു തുമ്പി അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ സ്പോട്ട് കണ്ടെത്തി. അപ്പോൾ ഈ സ്പോട്ടിലാണ് നമ്മൾ ചൂണ്ടിടാൻ പോകുന്നത്. കണ്ട സ്പോട്ട് കണ്ട? കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഉള്ളത് വെള്ളയാണിക്കായലിലാണേ. വെള്ളയാണിക്കായൽ കണ്ട കായലുണ്ടോ? സൂപ്പറല്ലേ ഗൈസ്? കായൽ കണ്ടായിരുന്നോ? ഇതാണ് വെള്ളയാണിക്കായൽ. ഓണം പ്രമാണിച്ച് ഇവിടെയാണ് എല്ലാവരും ഫോട്ടോഷൂട്ടിന് വരുന്നത്. ഭയങ്കര വെയിൽ കാരണം നമ്മളങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വന്നപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കും കൊണ്ടാണ് വന്നത്. ഇത് കടലിടാനേ പറ്റുള്ളൂ.
കായലിലിടാനുള്ള സെറ്റപ്പ്. നമുക്ക് ചെറിയ ഈ സ്റ്റിക്ക് വാങ്ങിയില്ലേ, ഇതിലൊരു ചൂണ്ട കെട്ടിയിടുള്ള സെറ്റപ്പാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ചൂണ്ടയിലിടാനാണെങ്കിൽ ഇരയില്ലാത്തതുകൊണ്ട് കുറച്ച് മൈദ വാങ്ങാൻ പോയിരിക്കുകയാണ്. മൈദ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എന്തായാലും നമ്മൾ വന്ന സ്ഥലത്തൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയാണ് നമ്മളിടാൻ പോകുന്നത്. ഓണത്തിനൊക്കെ അടിപൊളി കാഴ്ചയായിരിക്കും ഇവിടെ. ആമ്പലൊക്കെ പൂത്ത്, താമര എല്ലാം പൂത്ത് സൂപ്പറായിരിക്കും, കാണാനൊക്കെ അടിപൊളിയായിരിക്കും. മാവ് കുഴയ്ക്കുകയാണ് ഗൈസ്. മഞ്ഞപ്പൊടിയും മൈദയും കൂടെ ഇട്ട് കുഴയ്ക്കുകയാണ് ഗൈസ്. ചൂണ്ട കിട്ടിയ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ആദ്യമായിട്ട് വന്നുകൊണ്ട് ഒരു രക്ഷയില്ലാതാണ് നമ്മൾ വന്നത്. എന്ത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എടുക്കല്ലേ, കൈയും മാവും തന്നെ. ഓക്കെ അവനെ എടുക്കേണ്ടതെന്നാണ് പറയുന്നത് ഗൈസ്. ശാലം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും ഗൈസ്. ഗൈസ്. ചോദിച്ച സ്ഥിതിക്ക് തണുത്ത വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. മതി കട ഓടിപ്പോയി തോന്നുന്നില്ല. ചൂട് സമയത്ത് ഭയങ്കര വെള്ളത്താണ്. നമ്മളൊന്ന് വലിയ നെടിമീനും വരാനും പുരാലും ഒക്കെ പിടിക്കുന്നതാണ്. കിട്ടിയ രക്ഷ കിട്ടുമെന്ന് നോക്കാം അല്ലേ? പിന്നെ അല്ല, നമ്മളിന്ന് ഇവിടുത്തെ കരിമീനെല്ലാം കൊണ്ടേ പോകും. ഇന്ന് നമ്മൾ കരിമീൻ കൊണ്ടേ നമ്മൾ പോകും വീട്ടിൽ. ചെറിയൊരു പൊടിയെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നു, നോക്കാം. ഒന്നും കിട്ടിയില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിപ്പ് മാത്രം. വെയിലൊരു രക്ഷയില്ല. ചെറിയ കാറ്റേ ഉള്ളൂ. കാറ്റിനും വെയിലാണ് കൂടുതൽ. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ. നമ്മളവിടെ ചൂണ്ട കെട്ടുന്നേ ഉള്ളൂ, ഒന്നും അടിക്കുന്നില്ല. ചുമ്മാ തീറ്റ മാത്രമേ എടുക്കുന്നു. എന്നാലും വന്ന സ്ഥിതിക്ക് നമ്മളൊന്നും കൂടെ തന്നെ കാണും. ആദ്യം വാങ്ങി കണ്ട പുതിയ സ്റ്റിക്ക് വാങ്ങി, പിന്നെ കൈ ചൂണ്ടയ്ക്കുള്ള സ്റ്റിക്കും വാങ്ങി. അവിടെ നേരെ എവിടെ പോയി? പുഞ്ചക്കരി പോയപ്പോൾ അവിടെ കായലിൽ മൊത്തം വെള്ളം വറ്റി. അവിടെ ചൂണ്ടയിടാന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പോയത്. അപ്പോൾ അവിടെ വെള്ളം വറ്റി. അതുകൊണ്ട് പിന്നെ അവിടെ നേരെ കട്ട് ചെയ്ത് നമ്മൾ അപ്പുറത്തെ കടവിൽ പോയി. അവിടെ പാലം പണി കിടക്കുന്നതുകൊണ്ട് അവിടെ ചൂണ്ടയിടാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ദൂരം കറങ്ങി അവസാനം ഇവിടെ എത്തി. അങ്ങനെ ഇവിടെ ഒരു സ്പോട്ടും പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം ഇട്ടിട്ട് കിട്ടിയില്ല. അങ്ങനെ തന്നെ അവനെ നോക്കി, മനസ്സിലായോ? എൻ്റെ ഇടയിൽ അമ്പലപ്പൂവൊക്കെ നിൽക്കാനുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു കണ്ട അമ്പൽ പൂത്ത് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. വെയിൽ ഭയങ്കര വെയിൽ. അങ്ങനെ വന്ന വരവിൽ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ആദ്യം വന്നപ്പോൾ ഒരു ചെറിയ ഷോപ്പിൽ കയറി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വിഴിഞ്ഞത് നേരെ വന്നിട്ട് നല്ല വിശപ്പായിരുന്നു. അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. വെള്ളം കുടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഒരു സർവത്ത് കുടിച്ചിട്ട് വിശപ്പ് മാറിയില്ല. രാവിലെ വന്നതല്ലേ. അങ്ങനെ പിന്നെ ഞാൻ പുഞ്ചക്കരി വന്ന് ആ ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനം ഉണ്ടായിരുന്നു. പിന്നെ അന്നദാനം കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ അത് വഴി ഇറങ്ങി ചുറ്റി രാവിലെ തൊട്ട് കറക്കം. മീൻ പിടിക്കാൻ നല്ല സ്പോട്ട് നോക്കിയിട്ട് കിട്ടിയില്ല. സാധനമായിട്ടാണ് ഈ സ്ഥലത്ത് നമ്മളെത്തിയത്. കണ്ടോ, കൊള്ളാമോ? ഇഷ്ടപ്പെട്ട? സൂപ്പറല്ലേ? അടിപൊളി പ്ലേസ്. പക്ഷെ നല്ല വെയിൽ. പക്ഷെ തണലുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ മീനൊക്കെ അടിക്കുന്നുണ്ട്, നല്ല മീൻ അടിക്കുന്നുണ്ട്. പക്ഷെ എന്ത് നമ്മൾ തീറ്റയൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ആണ് പറ്റിയത്. എന്നാലും നമ്മൾ അടുത്തുള്ള കടയിൽ പോയി കുറച്ച് മൈദയും വാങ്ങിച്ച് കുഴച്ച് അതിലാണ് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഒരു മീൻ അടിച്ചത്. ഗായ്സ്, നല്ല വെയിൽ തുടങ്ങി. കണ്ട എൻ്റെ ബാക്കിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കണ്ടില്ലേ? അങ്ങോട്ട് ബാക്കിലോട്ട് നോക്കാൻ പറ്റില്ല എനിക്ക് അത്രയ്ക്ക്. അതാ മുടിയെല്ലാം പറന്ന് ഒരു കുളമായി.
രാവിലെ വന്നേനെ മുടിയൊക്കെ കെട്ടി വന്നേനെ. പക്ഷെ എന്ത് ചെയ്യും, അടുത്ത് വീണ്ടും അവ ഇടയാണ്. കെട്ടിയാൽ രക്ഷപ്പെട്ട്. വന്നിട്ട് നമ്മൾ വെറുതെ പോകുന്നത് എന്തിന്? അതുകൊണ്ടാണ് ഒരു മീൻ ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല ഗൈസ്. അടുത്തൊരു മീൻ ഇവിടെ കിട്ടിയതിനെ പോയായിരുന്നു. നല്ലൊരു വലിയ മീൻ കിട്ടിയാൽ നമ്മൾ പോകും അല്ലേടേ? നമ്മൾ നല്ലൊരു വലിയ മീൻ കിട്ടിയാൽ നമ്മൾ പോകില്ലേ? നിങ്ങൾ നോക്കിയിരിക്കുകയും ഒരു മീൻ കിട്ടിയാൽ നമ്മൾ പോകും. അങ്ങനെ മീനൊന്നും കിട്ടാത്തതുകൊണ്ട് വെള്ളയാണ് ലൈറ്റൊക്കെ കണ്ട് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി അങ്ങനെ പോവുകയാണ് ഗൈസ്. അങ്ങനെ തിരിച്ച് നമ്മൾ യാത്രയായി വീട്ടിലോട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.